ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ബിരിയാണിക്ക് പറ്റിയ ഒരു അച്ചാറുണ്ടാക്കാം. ഡേറ്റ്സും ബീട്രൂട്ടും കൂടെ ചേർത്തൊരു അച്ചാറാണ്. രണ്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഡേറ്റ്സും ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്ത് വെച്ചു. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഒരു 3 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊട്ടിക്കോട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചതച്ച് വെച്ചതാണ്. നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒന്ന് വാടി വന്നു തുടങ്ങി. ഇനി ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സിൻ്റെ മാത്രം അച്ചാർ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ബീട്രൂട്ടിലൂടെ ചേർത്ത് ഉള്ളത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. നല്ല അച്ചാറാണിത്. നന്നായിട്ട് വെന്ത് കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി ഈന്തപ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് അരിഞ്ഞ് വെച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടും നന്നായിട്ടൊന്ന് വെന്തോട്ടെ. ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പിഴിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നര സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഒരു സ്പൂൺ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. അര കപ്പ് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെന്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചേർന്നോട്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നോക്കിയിട്ടിടാം.
ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എരിയും പുളിയും മധുരവും ഒക്കെ ചേർന്നൊരു നല്ല അച്ചാറാണിത്. കറി റെഡിയായി. നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ഇനി 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അച്ചാർ റെഡിയായി.